ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് ഒരു ആരോഗ്യകരമായ നമ്പർ നിലനിർത്താൻ പറ്റും. അവർക്ക് മിക്കപ്പോഴും എഡ്ജുണ്ട്. കാരണം അവരുടെ സംഘടനാ സംവിധാനവും ഒപ്പം സർക്കാരുള്ളപ്പോൾ അധിക ബെനിഫിറ്റ്സും ഒക്കെ പ്രത്യേകം കണ്ടതാണ്. എന്താണ് സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ നില എന്താണ്? ആ നിലയെ എങ്ങനെ മറികടക്കേണ്ടതുണ്ട് UDF-ന്? ഇത് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഇപ്പോഴത്തെ ലോക്കൽ പൾസ് എന്നതിലേക്ക് പോകുന്നത്. മഹേഷ് പോലൂർ എൻ്റെ കൂടെ തത്സമയം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. മഹേഷ്, എന്താണ് നിലവിലെ കഥ? എന്താണ് അതിൽ എന്തു മാറ്റമാണ് UDF-ന് വരുത്താനുള്ളത്? നിഷാദ്, നോക്കൂ, ഈ കണക്കുകൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസം നമുക്കിവിടെ കാണാൻ സാധിക്കും. LDF-ന്റെ വലിയ ഭൂരിപക്ഷം 2020 തെരഞ്ഞെടുപ്പിൽ 2015-ലെയും 20-ലെയും കണക്ക് തട്ടിച്ച് നോക്കുമ്പോഴും കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. നോക്കൂ, 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 LDF ആണ്. 11 2020 LDF ആണ്. 3 മാത്രം UDF. ഒന്ന് മലപ്പുറത്ത്, ഒന്ന് വയനാട്ടിൽ, ഒന്ന് എറണാകുളം. അങ്ങനെ 3 മാത്രമാണ് UDF ഉള്ളത്. ബാക്കി 11 ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസം LDF-ന് കാണാം. കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ LDF 5 ആകെ കേരളത്തിൽ 6 കോർപ്പറേഷനുകൾ, അതിൽ 5 LDF, ഒരേയൊരിടത്ത് കണ്ണൂരിൽ UDF. ബാക്കി എല്ലായിടത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും തൃശ്ശൂരും അവിടെ LDF-ന്റെ കോട്ട നമ്മൾ കാണുകയാണ്. കോഴിക്കോട്ടും അങ്ങനെ 5 വലിയ വ്യത്യാസത്തിൽ LDF ഭരിക്കുകയാണ്. നിലവിൽ നഗരസഭകൾ 87 കേരളത്തിൽ. അതിൽ LDF 44, UDF 41, 2 NDA. നോക്കൂ, കട്ടക്ക് കട്ട എന്ന് പറയാം നിഷാദ്. 41, 44, 3 നഗരസഭകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇക്കുറി അത് മറികടക്കാൻ UDF-നാകുമോ എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 152 കേരളത്തിലാകെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 113 ത്രിതല പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്, ഒരു ഏരിയയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. 113 LDF, UDF 38 ചുരുങ്ങുന്നു. ഒരിടത്ത് അതേഴ്സിനെ നമുക്ക് കാണാം. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് 941 ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിൽ. അതിൽ 571 ഭരണം LDF-നാണ്. 351 UDF-ന്. NDA 12 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. അതേഴ്സ് മറ്റ് സ്ഥലങ്ങളിൽ, കിഴക്കമ്പലം പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെ 7 വലിയ വ്യത്യാസം നമുക്ക് കഴിഞ്ഞ തവണ LDF-ന്റെ കണക്കിൽ നോക്കൂ. ഏതാണ്ട് ഒരു 220 പഞ്ചായത്തുകളുടെ വ്യത്യാസം ഇവിടെയുണ്ട്. ഇതൊരു കണക്കാണ്. നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ അത് താഴെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ LDF-ന്റെ ഈ ഫിഗർ നിലനിൽക്കുമോ? അത് കൂടുമോ? അതല്ല UDF ഇങ്ങോട്ട് ഇടിച്ച് കയറുമോ? ഒരു ഈക്വൽ ആകുമോ എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. എന്തായാലും കണക്ക് 2020 കണക്ക് നോക്കുമ്പോൾ LDF വലിയ വ്യത്യാസം കാണുന്നുണ്ട് നിഷാദ്. ശരി, 2020 കണക്ക് നോക്കുമ്പോൾ LDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തിയാലാണ് UDF-ന് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രാദേശിക തലത്തിലേക്ക് പോകുന്നു. ഓരോ ജില്ലയിലെയും റിപ്പോർട്ടർമാർ അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗം എന്താണെന്ന് വിശദീകരിക്കണം. അതിനു മുൻപ് ഒരു ചെറിയ ബ്രേക്ക്, വേഗം തിരിച്ചു വരാം മറ്റ് റിപ്പോർട്ടർമാരിലേക്ക്.